നമ്മുടെ വയലറ്റ് പേര ഇത് രണ്ടാമത്തെ വർഷം പൂവിട്ടണു. കണ്ടോ എന്ത് ഭംഗിയായി ഈ കളറ്. ആ പേരക്കയുടെ ഉള്ളിലത്തെ അതേ കളർ തന്നെയാണ് ഈ പൂവിൻ്റെ കളറും. ഇത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷി പാർട്ട് ഉണ്ടാവുക കേട്ടോ, വയലറ്റ് കളറ്. കണ്ടോ മുട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ മുട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ അതായത് കുരു മുളപ്പിച്ച തൈയാണിത്, വയലറ്റ് പേര. ഇതിന് നമ്മളൊരു വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 വർഷത്തിൽ മേലെയൊക്കെ ആയിട്ട് അത് കുഴിച്ചിട്ടിട്ട് നമ്മൾ സാധാ കായെന്ന് തൈ മുളപ്പിച്ചിട്ട് ഉണ്ടായതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം പറഞ്ഞൊരു 4-5 കായാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ വർഷം ഞാനത് വെട്ടി നിർത്തും. നമുക്കൊരു കയ്യെത്തും ദൂരത്തേക്ക് ഇത് വെട്ടി നിർത്തും. നമ്മളിങ്ങനെ കൊമ്പ് വെട്ടി കൊടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ കണ്ട ഇതൊക്കെ ഇവിടെയൊക്കെ മുട്ടുണ്ടാവും. ഇവിടെ ഇതിനില്ല, കണ്ട ഇവിടെയൊക്കെ മുട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. മുകളിൽ തലയമ്മയൊക്കെ ഉണ്ട് കണ്ട, ഇതുമൊക്കെ ഇങ്ങനെ മുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെട്ടി നിർത്തുകയാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാനും എളുപ്പമായി. നിറയെ ആ വെട്ടിയ കമ്പുമ്മയൊക്കെ നമുക്ക് മുട്ടുകളും ഉണ്ടാവും. പിന്നെ എല്ലാ പേരയും ഒന്നും ഒരുപോലെ വെട്ടിയിട്ട് എനിക്ക് ഉണ്ടായിട്ടുമില്ല കേട്ടോ. അത് വേണമല്ലോ പറയാൻ, കായ്കൾ. കാരണം ഓരോ പേരയും ഓരോ തരം. ഇതിപ്പോൾ സീഡിൽ നിന്ന് മുളച്ചതാന്ന് പറഞ്ഞല്ലോ, ലയർ ചെയ്തതുണ്ട്. അപ്പോൾ ലയർ ചെയ്തൊക്കെ ചിലപ്പോൾ നല്ല ചെറുതെന്ന് തന്നെ ഉണ്ടാവും. ഇത് നമ്മൾ വിത്തുനിന്ന് നമ്മൾ കായെന്ന് വിത്ത് മുളപ്പിച്ചത് കൊണ്ട് നമുക്കൊരു 3 വർഷം വേണ്ടി വന്നത് ഉണ്ടാവാനായിട്ട്. 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പറയില്ല 4 ഉണ്ടായി. പിന്നെ ഇപ്പോഴാണ് ഉണ്ടാവണത്. പിന്നെ ഈ പേരയ്ക്ക് നന്നായിട്ട് കേടൊക്കെ വരും കേട്ടോ. അതേപോലെ ഇത് ഓരോന്ന് കാണുമ്പോൾ നമ്മളതിനെ അപ്പം തന്നെ നശിപ്പിച്ച് കളയണം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും മരുന്നടിക്കുന്ന കൂട്ടത്തിൽ പേരയ്ക്കും മരുന്നടിക്കാറുണ്ട്. പിന്നെ വേണ്ട 8 കാലി ഇതൊക്കെ പ്രശ്നക്കാരവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്നും വന്നിട്ട് ഇതിനെ നോക്കുക തന്നെ വേണം. അപ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങനെ ചുരുളാനൊക്കെ സാധ്യതകളുണ്ട്. ഇപ്പം അത്ര വലിയ കീടം കാണാനില്ല. പക്ഷേ ഇതിൻ്റെ ഇലയുടെ പുറകിൽ കഴിഞ്ഞ കൊല്ലം നിറച്ചൊരു മഞ്ഞ കളറിൽ ഒരു പ്രാണി വന്നിട്ട് ഈ ഇലകളൊക്കെ അങ്ങോട്ട് ഉണങ്ങി. അപ്പോൾ ഞാൻ അങ്ങനത്തെ കമ്പൊക്കെ വെട്ടിയിട്ട് പിന്നെ വളം ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത്. എന്നാലും നിങ്ങൾ നോക്കി ഇതിൻ്റെ മുകളിലത്തെ കൂമ്പിന് കണ്ട ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഈ ഇപ്പം ഉള്ള എല്ലാ ചെടികൾക്കും അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇനി മുട്ടുകളൊക്കെ വിരിഞ്ഞ് കായാകുമ്പോൾ ഞാൻ കാണിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. കുറേ പേർക്ക് നമ്മുടെ വീഡിയോസൊന്നും നോട്ടിഫിക്കേഷനായിട്ട് വരില്ല എന്ന് പറയണു. അപ്പോൾ അവരൊക്കെ ബെല്ലൈക്കൺ അമർത്തുക. എന്നിട്ടും വരണില്ലെങ്കിൽ ബെല്ലൈക്കൺ ഒന്നും കൂടി പ്രസ് ചെയ്ത് ഓഫാക്കി ഓണാക്കി കഴിഞ്ഞാൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കേ.